10ാം ക്ലാസ്സും പ്ലസ് ടുവും പുഴ കിടക്കുന്ന പോലെയാണെങ്കിൽ ഇനിയുള്ള പഠനങ്ങൾ കടല് പോലെ കിടക്കല്ലേ. ആലോചിക്കാതെ എടുത്ത് ചാടരുത്, മുങ്ങിപ്പോ. പേടിക്കണ്ട, കൃത്യമായ തീരുമാനം ഒരു ഷിപ്പ് പോലെയാണ്. നിങ്ങളെ ഷുവർ ആയിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിരിക്കും. സോ വിദേശ പഠനത്തിന് ഇറങ്ങിത്തിരിക്കും മുമ്പ് മനസ്സിരുത്തി ആലോചിച്ച് ഡിസൈഡ് ചെയ്യൂ ഏത് കോഴ്സ് പഠിക്കണം. നാട്ടുകാരും ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കളും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ വരും. പക്ഷെ ആദ്യം അവനവനോട് തന്നെ ചോദിക്കുക. കുറഞ്ഞ പക്ഷം ആരുടെയും വാക്ക് കേട്ട് ഇഷ്ടമില്ലാത്ത കോഴ്സിലേക്ക് എടുത്തു ചാടാതിരിക്കുക. മാത്സ് ഇഷ്ടമില്ലാത്തവർ എഞ്ചിനീയർ ആവാനും ബ്ലഡ് കണ്ടാ തല കറങ്ങുന്നവർ നേഴ്സ് ആവാനും ഇറങ്ങി തിരിച്ച പിന്നെ കാര്യങ്ങൾ കുതാകവ എന്ന് പറയാതെ തന്നെ അറിയാലോ. പിന്നെ ഫ്രണ്ട്സ് എല്ലാം പോകുന്ന കോഴ്സിന് തന്നെ ചേരാൻ തീരുമാനിക്കുന്നതും ലോട്ടറി എടുക്കുന്നതും ഒരുപോലെയാണ്. അടിച്ചു നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് ജോലി സാധ്യത ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന കോഴ്സാണോ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. സ്കോളർഷിപ്പ്, ഇന്റേൺഷിപ്പ് സാധ്യതകളും അറിഞ്ഞിരിക്കണം. പഠിച്ചിറങ്ങിയ ഉടനെ പ്ലേസ്മെന്റ് കിട്ടുന്ന ടൈപ്പ് കോഴ്സാണോ അതോ നമ്പർ ഓഫ് വേക്കൻസീസ് കുറവാണോ എന്നുള്ളതും നോക്കുക. അപ്പോൾ ഒരു ഡിറ്റക്റ്റീവിന്റെ മനസ്സോടെ കോഴ്സിനെ